Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യമേ തന്നെ അത് പറയുകയാണ്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ഫങ്ഷൻസിനൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഇത് നമുക്ക് സ്വയം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സ്വയം ചെയ്യാം എന്നതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ അങ്ങനെ ചെയ്യുന്നത് നോക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് കോംബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് കോംബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്നും ഇവിടുന്ന് കുറച്ച് ഹെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോംബ് എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് ഹെയർ എടുക്കാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. പഫൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതുപോലെയാണ് ഹെയർ എടുക്കാറ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് ഹെയർ എടുത്തു. നമ്മൾ ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 3 പാർട്ടായിട്ട് തിരിക്കും. ഇങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് അടുത്ത ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത് പിടിക്കുക. ബ്രെയ്ഡ് ചെയ്യരുത്, ഒറ്റ പ്രാവശ്യം ബ്രെയ്ഡ് ചെയ്തിട്ട് അടുത്ത ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് പിടിക്കണം. പിടിക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ ഇങ്ങനെ ഒരു പാർട്ട് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നും നമ്മൾ കുറച്ച് ഹെയർ ഇങ്ങനെ വിരൽ വെച്ച് നമ്മളിങ്ങനെ കുറച്ച് ഹെയർ എടുക്കുന്നു. അതെന്ത് ചെയ്യും, ആ ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഹാൻഡ് കൂടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നിന്ന് എടുത്തു, ആ ബ്രെയ്ഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഹാൻഡ് കൂടെ ചേർത്ത് പിടിച്ചു. നമ്മൾ വീണ്ടും ഒരു ബ്രെയ്ഡ് കൂടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, അടുത്ത ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെയർ കിട്ടുന്നു. നമ്മൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഹെയർ എടുക്കുന്നു. കുറച്ച് ഹെയർ നമ്മുടെ വിരൽ ഉപയോഗിച്ച് എടുത്തിട്ട് ആ ബ്രെയ്ഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഹാൻഡ് കൂടെ ചേർത്ത് പിടിക്കുന്നു. വീണ്ടും ഒറ്റ പ്രാവശ്യം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ബ്രെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം ചെയ്ത പോലെ അതിനെ റിപ്പീറ്റായിട്ട് താഴത്തേക്ക് വന്ന് മുടി എടുത്തെടുത്ത് പോയാൽ മതി. ഇതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നമ്മളെല്ലാം ഫ്രണ്ട് സൈഡിലുള്ള മുടിയെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തു. ഓക്കെ, ഇനി ബാക്ക് സൈഡ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡും ബ്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഫ്രണ്ടിലേക്കിട്ട് ബാക്കിയുള്ള ഹെയറും കൂടെ ഒന്ന് ബ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഹെയർ ഇങ്ങനെ ഇട്ട് നമുക്ക് ബ്രേഡ് ചെയ്തിടാം, അല്ലെങ്കിൽ അറ്റത്തൊരു ബാൻഡ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അറ്റം വരെ പിന്നിടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ബ്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ ഫുൾ ഹെയർ നമ്മൾ എടുത്തത് കാരണം കുറച്ച് നെറ്റിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ഇതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ഇങ്ങനെ ഇട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും കൂടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് പുതിയ എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.